അപ്പോൾ നമുക്ക് ഇന്ന് അമരപ്പയർ വളർത്താം കേട്ടോ. അമരപ്പയറിൻ്റെ കൂടെ ചെമ്മീനും കൂടി ഇടുന്നുണ്ട്. ഈ അമരപ്പയറും ചെമ്മീനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ വേവിക്കൊന്നും വേണ്ട, പച്ച ചെമ്മീൻ ഇടണം. അപ്പോൾ ഉള്ളി മുളകും ഒക്കെ മൂത്ത് കഴിയുമ്പോൾ ഉള്ളി വെളുത്തുള്ളി അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ ഞാൻ വെളുത്തുള്ളി എടുക്കാറില്ല കേട്ടോ. എനിക്ക് വെളുത്തുള്ളി വലിയ ഇഷ്ടമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വേണം നമുക്ക് ചെമ്മീനിടാം. പക്ഷേ ഞാൻ എന്താ ഉള്ളിയൊക്കെ കൂടി ഇട്ടപ്പോഴേക്കും വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കാൻ അങ്ങ് തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ചെമ്മീൻ അങ്ങ് ഇടണം. ചെമ്മീൻ ജസ്റ്റ് ഒന്ന് വരട്ടിയിട്ട് വേണം നമ്മുടെ അമര ഇടാനായിട്ട്. പിന്നെ ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തൊടിയേ ചെയ്യരുത്. ഇങ്ങനെയുള്ള കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കരുത്. അത് ആ ആവിയിലിരുന്ന് പയ്യെ വെന്ത് വരണം. ആ ആവിയിൽ വെന്താൽ മാത്രമാണ് അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അച്ചിങ്ങ ആയാലും ബീച്ചിങ്ങ ആയാലും അമരയൊക്കെ ആയാലും ചെമ്മീൻ ഇടുമ്പോഴേക്കും വെള്ളം ഒഴിക്കരുത്. നമ്മൾ വെള്ളം ഒഴിക്കാതെ പയ്യെ ആവിയിൽ വെച്ച് വരട്ടിയെടുക്കണം. പക്ഷേ വെന്ത് കഴിയുമ്പോൾ നല്ല അടിപ്പൻ ടേസ്റ്റ് ആയിക്കോളും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ചെമ്മീനിട്ട് വെക്കണതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അമര കേട്ടോ. അമരയുടെ അത്രയും ടേസ്റ്റ് വേറെ ഒന്നിനും ഇല്ലെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ നമ്മുടെ അമരപ്പയർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചോറ് കൂട്ടി കഴിച്ചോളൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ.